ഇന്നൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്തൊരു പാനിൻ്റെ അകത്ത് ജസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കുക്ക് അമ്മയാണ്. ജസ്റ്റ് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കാനും ഒക്കെ സഹായിക്കുന്ന മാത്രമേ ഉള്ളൂ. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ലപോലെ വഴണ്ടതിന് ശേഷം കുറച്ച് പച്ചമുളക്, നമ്മളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷവും വീണ്ടും ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ഇപ്പുറത്തെ സൈഡ് നമ്മളുടെ ചെമ്മീൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു നല്ല പഴുത്ത തക്കാളി, ഇത് അത്രയും പഴുത്തിട്ടില്ലെന്ന് അമ്മ പറയണം, ആ പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള പൊടികളെല്ലാം, ഇനിയിപ്പോൾ പൊടികളൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ അതിലൊന്ന് പിടിച്ച് നല്ല സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മളുടെ വെന്തിരിക്കുന്ന ആ ചെമ്മീനെ എടുത്ത്, വേഗാതെയും ഉണ്ടാക്കാമെന്നാണ് അമ്മ പറയുന്നത്, വെന്തിരിക്കുന്ന ചെമ്മീനെ ഇങ്ങനെ എടുത്ത് അതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ അതിൻ്റെ അകത്ത് ആ സ്റ്റോക്ക് വാട്ടർ അവിടെ വച്ചിട്ടുണ്ട്, അത് കൂടെ ആഡ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കണ്ട കളറൊക്കെ, ചെമ്മീൻ്റെ കളറൊക്കെ മാറി ആ ഒരു ഇതിൻ്റെ അകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കുക. അപ്പോൾ തന്നെ ആ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ സ്റ്റോക്ക് വാട്ടർ ബാക്കി ഇരിക്കുന്നതിനെ എടുത്ത് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ ആ ഏരിയ നിൽക്കാൻ പറ്റാത്ത മണമാണ് മോനെ. നല്ല കിടിലിനായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി നമുക്ക് വേണ്ട, നമുക്ക് ഒന്നിച്ചിരിയും കൂടെ ഗ്രേവി വറ്റിച്ചെടുക്കാമെന്നാണ് പറയുന്നത്. അതിൻ്റെ മേളിൽ കുറച്ച് കരിവേപ്പിലയും അരിഞ്ഞിട്ടിട്ട് ആ തീ ഒന്ന് സ്ലോ ഫയർ ആക്കിയിട്ടതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില, നല്ലപോലെ ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ അരിഞ്ഞ് അതിൻ്റെ മേളിൽ ഇങ്ങനെ വിതറി ഇടുക. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാർ. താങ്ക് യു, ബൈ.